ശ്രീ അൻസാരി, അതിനകത്ത് ഇത് നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്ത് ഒരു വിദ്യാഭ്യാസ രീതിയുണ്ട്. സ്കൂളുകൾക്ക് അവരുടെ മാർഗനിർദ്ദേശമുണ്ട്, മാനദണ്ഡമുണ്ട്. അതിന് ഉപോത്ബലകമായി അല്ലെങ്കിൽ അതിന് പിന്തുണയുമായി ഹൈക്കോടതിയുടെ വിധിയുമുണ്ട്. പിന്നെ എന്തിനാണ് ഈ വിഷയത്തിൽ ഇന്നിപ്പോൾ ഹിജാബ് ധരിക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കുലർ ഇറക്കണം എന്നൊക്കെയുള്ള കടന്ന ആവശ്യം SDP ഉന്നയിക്കുന്നത്? SDP സംസ്ഥാന പ്രസിഡന്റ് ബഹുമാന്യനായ CPA ലത്തീഫ് ഇന്ന് ആവശ്യപ്പെട്ടത് കടന്ന ആവശ്യമാണോ? നമ്മുടെ രാജ്യത്തെ ഭരണഘടന മതേതരം നിലനിൽക്കുന്ന ഭരണഘടനയുള്ള ഒരു രാജ്യത്തെ ഓരോ വിദ്യാഭ്യാസ സ്കൂള് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ അവർക്കൊക്കെയും അവരുടെ മൗലികാവകാശങ്ങൾ കാത്തു സൂക്ഷിക്കാനുള്ള വളരെ നല്ല സുന്ദരമായൊരു ഭരണഘടനയുള്ള ഒരു രാജ്യത്ത് ഇങ്ങനെ ചില സ്കൂളുകളിൽ പിന്നെ അവരുടെ മതപരമായ തട്ടമിടുന്നതടക്കമുള്ളത് ഇടാൻ കഴിയില്ല എന്ന് പറഞ്ഞ് എത്രയോ വിവാദങ്ങൾ ഉണ്ടാക്കുന്നു. ആ വിവാദങ്ങൾ ഉണ്ടാക്കുമ്പോഴൊക്കെ തന്നെയും നമുക്കറിയാം, അതിലെല്ലാം കാസ എന്ന് പറയുന്ന ഒരു തീവ്രവാദ സംഘടനയുണ്ട്. കഴിഞ്ഞ സംസ്ഥാന പോലീസ് മേധാവിയുടെ യോഗത്തിൽ നമ്മുടെ മുഖ്യമന്ത്രി തന്നെ പോലീസ് അധികാരികളോട് പറഞ്ഞതാണ്, ഇവിടെ മുസ്ലിങ്ങളുടെയും ക്രൈസ്തവരുടെയും ഇടയിൽ പ്രശ്നമുണ്ടാക്കാൻ വേണ്ടിയിട്ട് കാസ എന്ന് പറയുന്ന ഒരു നിഗൂഢമായ സംഘം പ്രവർത്തിക്കുന്നുണ്ട്, ജാഗ്രത വേണം, അതുമായി ബന്ധപ്പെട്ട അന്വേഷണം വേണം. അപ്പൊ സ്വാഭാവികമായിട്ടും ഇപ്പോൾ കുറെ നാളുകൊണ്ട് നമ്മുടെ മുന്നിൽ നടക്കുന്ന ഓരോ വിഷയങ്ങളും നിങ്ങൾ എടുത്തു നോക്കുക, അതിന്റെ പിന്നിൽ കാസ ഉണ്ടാവും. ഈ കാസയെ നേരിടാനാണോ നിങ്ങൾ സമാധാനപരമായി മുന്നോട്ട് പോകുന്ന ഒരു സ്കൂൾ അന്തരീക്ഷത്തെ ഈ തരത്തിൽ രൂപപ്പെടുത്തിയെടുക്കാൻ ശ്രമിച്ചത്? അവിടെ SDP ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. അവിടുത്തെ സ്ഥിതി നിങ്ങൾക്ക് അറിയോ? ഈ ചർച്ചയിൽ ആ കുട്ടിയുടെ പിതാവുണ്ടോ എന്ന് എനിക്കറിയില്ല. പിതാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്നുമില്ല. സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഹന്ന ഫാത്തിമ ജൂണിലാണ് അവിടെ ചേർന്നത്. ആ ചേർന്ന കുട്ടി എന്ത് ചെയ്തു? അവിടെ ഇതുണ്ടെന്ന് പറഞ്ഞു, ഒപ്പിട്ട് കൊടുത്തു എന്ന് പറഞ്ഞല്ലോ. ആ പിതാവ് തന്നെ സാക്ഷ്യപ്പെടുത്തി, ഞാൻ ഒപ്പിട്ടിട്ടില്ല, അങ്ങനെ ഒപ്പിട്ടിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ ഈ സ്കൂൾ തുറന്നതിന് ശേഷം 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു ഡയറി കൊടുത്തു. ആ ഡയറി കൊടുത്തതിൽ തന്നെ അവ്യക്തതയാണ്. ചില പേജ് ചില ഡയറിയിലുണ്ട്, ചില ഡയറിയിലില്ല. സ്വാഭാവികമായിട്ടും ആ കുട്ടി ആ സ്കൂളിൽ പോകുമ്പോൾ ആ കുട്ടിയെ ചില സമയത്ത് ഹിജാബ് ധരിക്കാൻ കഴിയില്ല എന്നൊക്കെ പറയുന്നു, ഷാള് മാത്രം ഇട്ടാൽ മതി എന്ന് പറയുന്നു. അങ്ങനെ ചിലപ്പോൾ ക്ലാസ്സിലിരുത്തും. ഈ കുട്ടികൾ അഹങ്കാരിയാണ്, നീ ധിക്കാരിയാണ്, ചില ആൺകുട്ടികളോടൊപ്പം ചേർന്ന് അവിടെ പോയി ഇരിക്കാൻ പറയുന്നു, മാറ്റി നിർത്തും. നിങ്ങൾക്കറിയോ, നമ്മുടെ നാട്ടിൽ, നമ്മുടെ കേരളത്തിൽ ഈ പറയുന്ന 8ാം ക്ലാസ്സുകാരി 1 മണിക്കൂർ മേളിൽ പല ദിവസങ്ങളിലും വെയിലത്ത് നിന്നു ആ ബാഗും പിടിച്ചുകൊണ്ട്. നമുക്കതിൽ വേദനയില്ലല്ലോ. അപ്പൊ അങ്ങനെ നിരന്തരമായി മാനസിക പീഡനം നടത്തിയപ്പോൾ പിതാവ് സ്വാഭാവികമായിട്ടും ചോദിച്ച് അവിടെ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ആ സമയത്താണ് അദ്ദേഹം വിളിക്കുന്നത് SDP നമ്മുടെ അവിടുത്തെ സാമൂഹ്യ പ്രവർത്തകനാണ്. SDP ഓരോ മതങ്ങൾക്കും ഓരോ മതവിഭാഗങ്ങൾക്കും അവരുടേതായ മതചിഹ്നങ്ങളുണ്ടല്ലോ. ഇപ്പോൾ നാളെ കാവി വസ്ത്രം ധരിച്ച്, കാവി തലപ്പാവൊക്കെ വെച്ച്, കാവി ഷോളൊക്കെ ധരിച്ച് ഒരു കുട്ടിക്ക് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് വരണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചാൽ അതിനെ അങ്ങ് അംഗീകരിച്ചു കൊടുക്കുന്ന നിലപാട് ആ സ്ഥാപനത്തിന് സ്വീകരിക്കാൻ സാധിക്കുമോ? രഞ്ജിത്ത്, ഞാൻ ചോദിച്ചോട്ടോ, ആ കുട്ടി അവിടുത്തെ യൂണിഫോം ഉപയോഗിക്കുന്നില്ലേ? ഞാനത് ചോദിക്കുന്നത്. ആ യൂണിഫോമിനോടൊപ്പം അതിനകത്ത് കളർ വ്യത്യാസം ആ കൊച്ചു വരുത്തിയിട്ടില്ല. ആ ഇസ്ലാമിക വിശ്വാസ പ്രമാണം അനുസരിച്ച് ഒരു പെൺകുട്ടി തലമറിക്കുക എന്നുള്ളത് അവരുടെ ഒരു മതപരമായ ഒരു ആചാരമാണ്. അത് നടത്തിക്കൊണ്ട് വേറൊന്നുമില്ല. നമ്മുടെ ഭരണഘടനയിൽ ഇപ്പം കുറി ഇട്ടുകൊണ്ട് വരുന്ന കുട്ടികളുണ്ട്, അതുപോലെ കുരിശ് ഇട്ടുകൊണ്ട് വരുന്ന കുട്ടികളുണ്ട്. അവരെയൊക്കെ നിങ്ങൾ അത് ഇടരുതെന്ന് പറയാൻ കഴിയുമോ? എന്നതുപോലെ തലമറച്ച് ഒരു കുട്ടി വരുമ്പോൾ എന്തിനാണ് ഇത്ര അസഹിഷ്ണുത? ഞാനതാ ചോദിക്കുന്നത്. നമ്മളൊക്കെ ജീവിക്കുന്നത് മതേതര രാജ്യത്തല്ലേ? കോടതിയുടെ നിലപാട് അറിയാമോ? നമ്മുടെ സംസ്ഥാനത്ത് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് വളരെ പ്രധാനപ്പെട്ട കേസുകൾ ഇതുമായി ബന്ധപ്പെട്ട് സംഭവിച്ചിട്ടുണ്ട്. അവിടെ എന്താണ് കോടതികൾ പറഞ്ഞത് എന്നറിയാമോ? ഓരോ മാനേജ്മെന്റിനും സ്വീകരിക്കാം, അവർക്ക് നിലപാടെടുക്കാം. ആ സ്കൂളിലേക്ക് കുട്ടിക്ക് എന്ത് ഡ്രസ്സ് ധരിക്കണം, ഡ്രസ് കോഡ് എന്തായിരിക്കണം എന്ന കാര്യത്തിൽ അതുമായി അഭിപ്രായ വ്യത്യാസമുള്ള കുട്ടിക്ക് മറ്റ് സ്കൂളുകളിൽ പോയി പഠിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യമുള്ള നാട് കൂടിയാണിത്. അവിടെയാണ് ഒരു കുട്ടി മാത്രം ഈ പറഞ്ഞതുപോലെ ആ കുട്ടി അതുമായിട്ട് നമ്മൾ മാനേജ്മെന്റ് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട് 4 മാസത്തോളം ഈ പ്രശ്നം ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ചൊവ്വാഴ്ച മുതലാണ് വീണ്ടും ഈ തട്ടം ധരിച്ചുകൊണ്ട് വരാൻ അല്ലെങ്കിൽ ഹിജാബ് ധരിച്ചുകൊണ്ട് വരാനുള്ള ശ്രമം നടത്തുകയും അത് ഒരു സംഘടന SDP ഏറ്റെടുക്കുകയും മറ്റും ചെയ്തത് എന്നുള്ളത്. അങ്ങനെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കണമോ എന്നാണ് എൻ്റെ ചോദ്യം, ശ്രീ അൻസാരി.
അല്ല, ഞാനത് പറയുന്നത് STP പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. അവിടെ ഈ കുട്ടീനെ ഇത്രയും നാളും തട്ടം ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഷാൾ ഇട്ടുകൊണ്ട് പോയ കുട്ടി പെട്ടെന്ന് എന്തുകൊണ്ടാണ് അവിടെ ഷാൾ മാറ്റേണ്ടി വരുന്നത്? അല്ല, അവരുടെ സ്കൂളിന്റെ STP പോയി പറഞ്ഞിട്ടാണോ? നിയമാവലി അതാണ്. STP അത് പറ്റില്ല. അവിടുത്തെ PTA പ്രസിഡന്റ് ആരാണ്? അവിടുത്തെ PTA അല്ല, അവിടെ ഇതുവരെയും ധരിച്ചുകൊണ്ട് പോയതോ? ഇതുവരെ ആദ്യത്തെ ദിവസങ്ങളിലാണ്. താങ്കൾക്ക് ആ വിഷയത്തെ കുറിച്ച് വ്യക്തതയില്ലാത്തതുകൊണ്ടാണ് 4 മാസവും ആ കുട്ടി ഈ പറഞ്ഞതുപോലെ ഹിജാബ് ധരിച്ചല്ല എത്തിയത്. പിന്നീട് കഴിഞ്ഞ ആഴ്ച മുതലാണ് ഈ പ്രശ്നം ഉണ്ടായത്. രഞ്ജിത്തെ, എനിക്ക് വ്യക്തതയുണ്ട്. അല്ലെന്നേ രഞ്ജിത്തെ, അത് അന്വേഷിക്കാത്തോണ്ട് ഞാൻ പറയുന്നത്. കുട്ടിയോട് നിങ്ങൾ അന്വേഷിച്ചോ, ചോദിച്ചോ? ഞാൻ ആദ്യം മുതൽ ഹിജാബ് മറച്ചിട്ടുണ്ടാവില്ല, പക്ഷെ അവിടെ പോകുമ്പോൾ ഷാൾ ഇട്ടിട്ടുണ്ട്. ഞാനും ഉണ്ട് രഞ്ജിത്തെ, ഞാനും ഉണ്ട്. ഞാൻ പറയട്ടെ, ഷാൾ ഇട്ടുകൊണ്ട് ആ കുട്ടി പോയി, ബാക്കി സൈക്കിളിൽ വെച്ചിട്ട് ഷാൾ ഇട്ടുകൊണ്ട്. ഷാളും ഒഴിവാക്കാൻ പറയുമ്പോഴാണ് അവിടെ പ്രശ്നമാവുന്നത്. അത് STP പറഞ്ഞിട്ടല്ല കേട്ടോ. ആ ഷാൾ ഒഴിവാക്കാൻ പറഞ്ഞ അവിടുത്തെ മാനേജ്മെന്റ് അല്ലേ. ഏറ്റവും ഒടുവിൽ കുട്ടിയുടെ പിതാവ് സമ്മതിച്ചു കേട്ടോ. യഥാർത്ഥത്തിൽ അവിടെ വേറെ കുട്ടിയുടെ പിതാവ് ഹിജാബ് ധരിച്ച് വരില്ല എന്ന് കുട്ടിയുടെ പിതാവ് വന്ന് സമ്മതിച്ചിട്ട് കോംപ്രമൈസ് ഒക്കെ ആയതാണ് ഇന്നലെ വൈകിട്ട് കേട്ടോ. അതും താങ്കൾ അറിഞ്ഞു കാണുമല്ലോ. അല്ല, STPയുടെ ഒരു നിലപാടെന്ന് പറഞ്ഞാൽ ഹിജാബ് ധരിക്കാതെ ഒരാൾ പോയാൽ നമ്മൾ തടയാനൊന്നുമില്ല. ഇപ്പൊ അവരെ പിതാവിന് ഹിജാബ് ധരിക്കാതെ പോകണമെന്നാണ് ആഗ്രഹമെങ്കിൽ അങ്ങനെ പോകുന്നതിന് നമുക്കെതിരൊന്നുമില്ല. പക്ഷേ ഒരു കുട്ടി ഹിജാബ് ധരിച്ച് പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് തടസ്സം ഉണ്ടാകരുത് നമ്മുടെ രാജ്യത്ത്. അത് മാത്രമേ STP പറയുന്നുള്ളൂ. എല്ലാവരും ഇപ്പൊ ഹിജാബ് ധരിച്ചുകൊണ്ട് പോകണം നമ്മൾ പറയുന്നില്ല. മുസ്ലിം കുട്ടികൾ പലരും ഹിജാബ് ധരിക്കാതെ ആ സ്കൂളിൽ തന്നെ ഉണ്ടല്ലോ, എത്രയോ നാളുണ്ട്. അങ്ങനെ STPക്ക് പ്രശ്നം ഉണ്ടാക്കാമായിരുന്നല്ലോ. അല്ലെ, അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നവരാണെങ്കിൽ അങ്ങനെ പ്രശ്നത്തിനൊന്നും STP പോകുന്നതല്ല. വളരെ ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. അതാണ് വരുന്ന ഇന്ന് ഞങ്ങളുടെ തുളസീധരൻ പള്ളിക്കലെ വാർത്താ സമ്മേളനം തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ ഉണ്ടായിരുന്നു. നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ സർവ്വസജ്ജമാണ്. ശരി, ശ്രീത്ത് ഇവിടെ ഇന്നലെ രാത്രി ശ്രീത്ത് ഈ ചർച്ചയിൽ ഉണ്ടായിരുന്നു.